ഭയം ഭക്തി ബഹുമാനം ഈ ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ മിക്ക ഷോകളും അതിവേഗം ഹൗസ്ഫുൾ ആകുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു ദിലീപ് ചിത്രത്തിന് ആദ്യ ദിനം മികച്ച കളക്ഷൻ ലഭിക്കാൻ പോകുന്നു എന്ന സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പലരും ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ജനപ്രിയ നായകന്റെ തിരിച്ചുവരവെന്നാണ് ഇതിനെ പലരും അവകാശപ്പെടുന്നത്. എന്നാൽ ഇതെല്ലാം ദിലീപിന്റെ മാത്രം കഴിവാണോ? ഒരിക്കലും അല്ലെന്നാണ് ഉത്തരം. കാരണം മറ്റൊരു പ്രധാന താരം കൂടി ഈ ചിത്രത്തിലുണ്ട്. അതാണ് മോഹൻലാൽ. ഈ വർഷം പുറത്തിറങ്ങിയ 3 ചിത്രങ്ങളും വിജയമാക്കി ഹാട്രിക് ഹിറ്റിന്റെ തിളക്കത്തിൽ നിൽക്കുകയാണ് അദ്ദേഹം. ഭാബാബായിൽ പക്ക ഒരു കൊമേഴ്ഷ്യൽ കഥാപാത്രത്തെയാണ് മോഹൻലാൽ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ആരാധകർ കാണാൻ കാത്തു നിൽക്കുന്ന ലാലേട്ടൻ്റെ മുണ്ട് മടക്കി കുത്തും, മീശ പിരിയും, തല്ലും പാട്ടും ഡാൻസുമെല്ലാം ഈ സിനിമയിലുമുണ്ട്. അതുകൊണ്ട് എക്സ്റ്റെൻഡഡ് കേമിയോ വേഷമാണെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടം കാണാൻ തന്നെ നിരവധി പേർ കാത്തിരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നായകൻ ദിലീപാണെങ്കിലും മോഹൻലാൽ തൻ്റെ ജനപ്രിയ ചേരുവകളെല്ലാം കൊണ്ട് പടം തൻ്റെ പേരിൽ ആക്കി കഴിഞ്ഞു. ഇതങ്ങനെ പല ദിലീപ് ഫാൻസിനും അംഗീകരിച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഇത്തരക്കാർ 2018 കായംകുളം കൊച്ചുണ്ണി പുറത്തിറങ്ങിയ സമയം ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. ആ സിനിമയിലെ നായകൻ നിവിൻ പോളിയായിരുന്നു. പക്ഷേ അതിൽ ഇത്തിക്കര പക്കിയായി മോഹൻലാലും അഭിനയിക്കുന്നുണ്ടായിരുന്നു. ആകെ ഒരു ക്യാരക്ടർ പോസ്റ്ററും ട്രെയിലറിൻ്റെ അവസാനമുള്ള ചില സെക്കൻഡുകൾ മാത്രമുള്ള രംഗങ്ങളും കൊണ്ട് ആ സിനിമയുടെ ഹൈപ്പ് മൊത്തം അദ്ദേഹം വാനോളം ഉയർത്തി. ഇനി ഭാബാബായുടെ കേസിൽ വന്നാൽ ഈ മോഹൻലാലിൻ്റെ കാര്യം മാത്രമല്ല, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നീ 2 എൻ്റർടൈനർ സഹോദരന്മാരും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഈ അഭിനേതാക്കൾ എല്ലാവരും കൂടിച്ചേർന്ന ഒരു എൻ്റർടൈനർ പാക്കേജ്, അതിനു വേണ്ടിയിട്ടാണ് ഭൂരിഭാഗം പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. അതുതന്നെയാണ് ഈ സിനിമയ്ക്ക് തിരക്ക് കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി ഭാബാബ കാണണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാനാകാത്ത ചില ആളുകളും ഉണ്ടാകും. ഇവർ അങ്ങനെ ദിലീപ് ഫാനൊന്നും ആകണമെന്നില്ല. പകരം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ ശക്തമായി എതിർക്കുന്നവരുമാകും. പക്ഷേ മോഹൻലാൽ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ ദിലീപും അങ്ങനെ ഒരു കോംബോയിൽ ഒരു സിനിമ വന്നാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് കാണാൻ ഒരുപാട് ആകാംക്ഷയും ഇത്തരക്കാർക്കുണ്ടാകും. എന്നാൽ ഈ സിനിമ കാണാൻ പോയാൽ അത് അതിജീവിതയ്ക്ക് എതിരാകുമോ എന്ന ആശങ്കയും ഇത്തരക്കാരുടെ മനസ്സിനുള്ളിൽ കാണും. ഇവരോടാണ് പറയാനുള്ളത്, ദിലീപ് എന്നത് കേവലം ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടൻ മാത്രമാണ്. മറ്റ് 100 കണക്കിന് അണിയറ പ്രവർത്തകർ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംവിധായകൻ, നിർമ്മാതാവ് തുടങ്ങി ഒരു കൊറിയോഗ്രാഫറും ലൈറ്റ് ബോയും വരെ സഹായിക്കാതെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാകില്ല. ഭാബാബായുടെ വിജയം കാണാൻ കാത്തിരിക്കുന്ന നിരവധി നിരപരാധികളുണ്ട്. എന്തിനാണ് നായകനോടുള്ള വിരോധം കാരണം നിങ്ങൾ ഇവരെ കൂടി ശിക്ഷിക്കുന്നത്? അപ്പോൾ ചിലർ ചോദിച്ചേക്കാം, ദിലീപ് നിരപരാധിയാണെന്ന് കോടതി വിധിച്ച ഉടൻ തന്നെ അയാളെ AMMA ഉൾപ്പെടെയുള്ള സംഘടനകൾ തിരിച്ചെടുക്കാൻ മത്സരിക്കുകയല്ലേ, അപ്പോൾ എല്ലാ സിനിമാക്കാരും ഈ ദിലീപിന് സപ്പോർട്ടാണ്. ഈ സാഹചര്യത്തിൽ ഭാബാബ കാണുന്നത് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതിന് തുല്യമല്ലേ എന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരും ഈ പറയുന്ന സംഘടനകളിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളല്ല. ഒരു സംഘടനകളിലുമില്ലാത്ത സാധാരണ സിനിമാക്കാരും ഈ കൂട്ടത്തിൽ ഉണ്ടാകാം. അപ്പോൾ ദിലീപിൻ്റെയോ അല്ലെങ്കിൽ അയാൾക്കൊപ്പം നിൽക്കുന്ന 10 ആൾക്കാരുടെയോ പേരും പറഞ്ഞ് ഭാബാബ കാണാതിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഇനി നിങ്ങൾ എല്ലാ അതിജീവിതമാർക്കൊപ്പവും നിൽക്കുന്നവരാണെങ്കിൽ മലയാളത്തിൻ്റെ പ്രിയ നടനായിട്ടുള്ള ജഗതി ശ്രീകുമാറിൻ്റെ ചിത്രങ്ങളും ബഹിഷ്കരിക്കണം. കാരണം അദ്ദേഹം 1990 വിതുര പെൺവാണിഭ കേസിലെ പ്രതിയായിരുന്നു. 2007 വിചാരണ കോടതി ജഗതി ശ്രീകുമാറിനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തതാണ്. ഇന്ന് ദിലീപ് കുറ്റവിമുക്തനാക്കിയതിന് സമാനമായി തന്നെ. എന്നാൽ അതിനുശേഷവും അദ്ദേഹം ആ കുറ്റകൃത്യം ചെയ്തു എന്ന് വിശ്വസിച്ചിരുന്ന നിരവധി പേരുണ്ടായിരുന്നു. നിങ്ങൾക്ക് കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപ് ചിത്രങ്ങൾ ബഹിഷ്കരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ ജഗതി ശ്രീകുമാർ ചിത്രങ്ങളും ബഹിഷ്കരിച്ചുകൂടാ? കാരണം ആ ചിത്രങ്ങളിൽ അഭിനയിച്ചത് ജഗതി ശ്രീകുമാർ മാത്രമല്ല, നമുക്ക് പ്രിയപ്പെട്ട നിരവധി താരങ്ങളും ആ ചിത്രങ്ങളിൽ ഒന്നിച്ചിരുന്നു. ഭാബാബ വിജയമോ പരാജയമോ എന്തുമായിക്കോട്ടെ, ചിത്രം അഥവാ വിജയമാണെങ്കിൽ ദിലീപ് നിരപരാധിയാണെന്ന് ജനങ്ങൾ അംഗീകരിച്ചെന്നും പറഞ്ഞ്
ആഘോഷിക്കാൻ നിൽക്കുന്നവരോടാണ്. നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഓരോ പോസ്റ്റും ഈ കേസിൽ അതിജീവിതയ്ക്കുള്ള അടിയാണ്. പ്രത്യേകിച്ച് വിചാരണ കോടതി വിധിയിൽ തൃപ്തയല്ലെന്നും തനിക്ക് നീതി കിട്ടിയില്ലെന്നും പറഞ്ഞ് അവർ രംഗത്ത് വന്ന ഈ സാഹചര്യത്തിൽ കോടതി വിധി എന്തുമായിക്കോട്ടെ, തനിക്ക് നീതി കിട്ടിയില്ലെന്ന് ആ കുറ്റകൃത്യത്തിന് ഇരയാക്കപ്പെട്ട ഒരാൾ പറയുന്നിടത്തോളം ഒരു കോടതി വിധിയും അതിന് അന്തിമമാകില്ല. ഈ സാഹചര്യത്തിൽ ആ കുറ്റകൃത്യം ആസൂത്രണം ചെയ്തെന്ന് പറയുന്ന ഒരാൾ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുന്നത് അതിജീവിതയ്ക്ക് എന്തുമാത്രം മാനസിക ആഘാതമാകും ഏൽപ്പിക്കുക? അതുകൂടി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം.